പ്രോഗ്രാം നമ്പർ 42. ഒ രാജഗോപാൽ. പേര് യേശുദാസിനെ കണ്ടപ്പോൾ. സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, സാഗരങ്ങളെ. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഏതാണ്ട് 1970 ഞാനന്ന് തിരുനാവായ നാവാമുന്ത ഹൈസ്കൂളിൽ ചെറുപ്പക്കാരനായ സയൻസ് വാദ്യാരാണ്. താമസം കൊടക്കൽ ടൈൽ ഫാക്ടറിയുടെ അടുത്ത് അജിതപ്പടി എന്ന സ്ഥലത്ത്. എൻ്റെ വാടക വീടിന് മുന്നിലൂടെ ബസ്സുകൾ അങ്ങനെ പോകും. സ്കൂൾ താഴേത്തറ എന്ന സ്ഥലത്തായിരുന്നു. അവിടേക്ക് അന്ന് 25 പൈസയായിരുന്നു ചാർജ്. ഏറെ നന്മകളും നല്ല വായനാ സ്വഭാവമുള്ള മാത്സ് ടീച്ചർ വൈക്കംകാരനായ വേണു എൻ്റെ ചങ്ങാതിയായിരുന്നു. ഔചിത്യബോധമുള്ള ഒരു വ്യക്തിക്ക് ഏതേത് കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകുമോ അതിലൊക്കെ വേണുവിന് താല്പര്യമുണ്ടായിരുന്നു. ഒരു തീരുമാനമെടുത്താൽ അത് വൃത്തിയായും കണിശമായും നടപ്പാക്കുന്നതിൽ മിടുമിടുക്കനായിരുന്നു വേണു. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ഗന്ധർവഗായകൻ ശ്രീ യേശുദാസ്, അന്ന് അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി ചെയർമാനുമാണ്, തിരൂരിൽ ഒരു ഉദ്ഘാടനവും പാട്ടുകച്ചേരി അടക്കമുള്ള ഒരു പരിപാടിക്ക് വരുമെന്ന് അറിയിപ്പ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞാനും വേണുവും പോകാനായി ഉറച്ചു. യേശുദാസ് അന്ന് വളരെ ചെറുപ്പമായിരുന്നു. ഏതാണ്ട് 6 അടി ഓളം ഉയരം തോന്നും. നീണ്ടു മെലിഞ്ഞ് വൈറ്റ് പാൻസും വൈറ്റ് ഷർട്ടുമായിരുന്നു വേഷം. ചെവിയുടെ താഴെ ഇരുവശങ്ങളിലും ഉളിയുടെ വായ്ത്തല പോലെ കൃതാവുണ്ടായിരുന്നു. നല്ല കറുകറുത്ത തലമുടിയായിരുന്നു. പിന്നീട് അദ്ദേഹം പാൻസ് ഉപേക്ഷിക്കുകയും താടി നീട്ടി മുണ്ടും ഷർട്ടും ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ പഴയ ഉയരവും ഗാംഭീര്യവും നഷ്ടപ്പെട്ടതുപോലെ തോന്നി. ശേഷം എൻ്റെ അസാധാരണ പ്രതിഭാസമ്പന്നനായ സുഹൃത്തും അവൻ്റെ നിർഭാഗ്യം കൊണ്ട് മാത്രം എൻ്റെ വിദ്യാർത്ഥിയുമായ ശ്രീ AV രവികുമാർ ബോംബെയിലെ ഷൺമുഖാനന്ദ ഹാളിൽ യേശുദാസിനോടൊപ്പം പല പരിപാടികളിലും പങ്കെടുത്തപ്പോൾ മേൽപ്പറഞ്ഞ വേഷമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേൾക്കാനുമായി വേണുവും ഞാനും ബസ് കാത്തു നിൽക്കവേ കേരള സർക്കാരിൻ്റെ ചുവന്ന ഔദ്യോഗിക ബോർഡ് വെച്ച യേശുദാസിൻ്റെ വാഹനവും പിന്നാലെ 2-3 വാഹനങ്ങളും ധൃതിയിൽ കടന്നുപോയി. പിന്നാലെ അതാ ഞങ്ങൾക്കുള്ള ബസ്സും വന്നു. ഞങ്ങൾ തിരൂർ ബോയ്സ് ഹൈസ്കൂളിലെ പരിപാടിയുടെ സ്റ്റേജിനടുത്തെത്തുമ്പോഴേക്കും മീറ്റിംഗ് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ പൊതുയോഗത്തിൽ യേശുദാസ് ഒരു 3 മിനിറ്റ് മാത്രമേ സംസാരിച്ചുള്ളൂ. മറ്റുള്ളവരുടെ അത്യന്തം ബോറടി നിറഞ്ഞ സംസാരത്തിന് ശേഷമായിരുന്നു യേശുദാസിൻ്റെ പ്രഗത്ഭമായ സംഗീത നിശ. ഓർക്കസ്ട്രക്കാർക്കെല്ലാം ശരിയായ തരത്തിൽ നിർദ്ദേശങ്ങൾ നൽകി തൻ്റെ സ്ഥിരം ഓപ്പണിംഗ് ഗാനമായ ഇടയകന്യകേ എന്ന ഗാനം ആലപിക്കുമ്പോൾ സ്റ്റേജിലും സദസ്സിലും സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയായിരുന്നു. അന്ന് അദ്ദേഹം ധാരാളം പാട്ടുകൾ പാടി. എൻ്റെ മനസ്സിൽ മാറാതെ നിന്നത് മന്ദമന്ദം നിദ്രവന്നൻ മാനസത്തിൻ മണിയറയിൽ ചിന്ത തൻ്റെ മണിത്തേരിൽ തിരിതാഴ്ത്തുമ്പോൾ എന്ന ഗാനമായിരുന്നു. അക്കാലത്തെ അതിമനോഹരമായൊരു ഗാനമായിരുന്നു അത്. അന്ന് റിലീസ് ചെയ്തിട്ടില്ലാത്ത താറാവ് എന്ന സിനിമയിൽ ഒരു അസാധാരണ ഗാനമുണ്ടായിരുന്നു. കാരണം ആ സിനിമയിൽ മാള അരവിന്ദൻ എന്ന നടൻ ഒരു കൊഞ്ഞപ്പടിയുള്ള സംസാരശേഷിയില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു. തക്കിടി മുന്തം താതാവേ തതുക്കു മുന്തം താതാവേ, അങ്ങനെയാണ് യേശുദാസ് ആ ഗാനം ഒന്ന് പാടിയത്. പിന്നീട് മാസങ്ങൾക്ക് ശേഷമാണ് താറാവ് എന്ന പടം പുറത്തു വന്നതും അപ്പോഴാണ് കാര്യം മനസ്സിലാക്കിയതും. കുറേ പാട്ടുകൾ പാടിക്കഴിഞ്ഞപ്പോൾ ഒരു ഇടവേളയുണ്ടായിരുന്നു. ആ സമയത്ത് വേണുവും ഞാനും കമ്മിറ്റിക്കാരുടെ സമ്മതത്തോടെ യേശുദാസുമായി സംസാരിക്കുകയും
ഓട്ടോഗ്രാഫ് വാങ്ങിക്കുകയും ചെയ്തു. അതൊക്കെ അന്നത്തെ പ്രായത്തിൻ്റെ ഓരോ കുസൃതിത്തരങ്ങളായിരുന്നു. എന്തു പറഞ്ഞിട്ടെന്താ, യേശുദാസിൻ്റെ മുഴുവൻ പാട്ടുകളും കേൾക്കാൻ ഞങ്ങൾക്ക് അന്ന് കഴിഞ്ഞില്ല. കാരണം തിരൂരിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് 30-നായിരുന്നു. യേശുദാസിൻ്റെ പരിപാടി 10:30 വരെ ഉണ്ടായിരുന്നു. ടാക്സിക്കോ ഓട്ടോറിക്ഷയ്ക്കോ പണമുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങളുടെ ശമ്പളം കേവലം 238 രൂപ മാത്രമായിരുന്നു. എന്നാലും യേശുദാസിനെ നേരിൽ കാണാനും അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കൺസർട്ട് ലൈവായി കേൾക്കുകയും എന്നിവ ഒരു ജന്മസാഫല്യം പോലെ ഞങ്ങൾക്ക് തോന്നിയിരുന്നു. എൻ്റെ അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട യേശുദാസിൻ്റെ ഗാനം ഭാർഗവി നിലയം എന്ന സിനിമയിലെ താമസമെന്തേ വരുവാൻ എന്നതും എൻ്റെ അനിയത്തിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഖദീജ എന്ന പടത്തിലെ സുറുമ എഴുതിയ മിഴികളെ എന്ന ഗാനവും പിന്നീട് ഏറെ വർഷങ്ങൾ കഴിഞ്ഞാണ് പുറത്തു വന്നത് തന്നെ. അന്നത്തെ തലയെടുപ്പും ശാരീര ശുദ്ധിയും ഇന്നും ഒരു സ്വപ്നം പോലെ തോന്നുന്നു. മ്യൂസിക് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് സൗണ്ട് എന്ന് പറയാറുണ്ട്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ പോലുള്ള കരുത്തുറ്റ ഗുരുനാഥന്മാരെ കിട്ടിയതിനാലും അസാധാരണമായ വോയിസ് ഡിസിപ്ലിൻ സ്വായത്തമാക്കിയതിനാലും യേശുദാസ് സംഗീത ലോകത്ത് ഭൂമിയിൽ ഒരു പടുകൂറ്റൻ ആൽമരമായി വളർന്നു. അപ്പോൾ അതിന് കീഴെ ചെറുകിട മരങ്ങൾക്ക് വളരാനുള്ള സ്പേസ് വളരെ കുറഞ്ഞുവോ? അതൊക്കെ നമ്മുടെ ഈ ലോകത്തിൽ സാധാരണമായിരിക്കും അല്ലേ? ഈയിടെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഒരു ഇടവേളയിൽ ഇന്ത്യയിലെ അതിപ്രശസ്തമായ ഒരു മാഗസീനിൽ അതിൻ്റെ പ്രശസ്തനായ സംഗീത പ്രതിനിധി യേശുദാസിനോട് ചോദിച്ചൊരു ചോദ്യവും അതിന് അദ്ദേഹം നൽകിയ ഉത്തരവും എൻ്റെ ഓർമ്മയുടെ ഓളപ്പാളുകളിൽ ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്നുണ്ട്. ചോദ്യം ഇങ്ങനെയായിരുന്നു: അല്ല സാർ, അപ്പോൾ അങ്ങയുടെ അഭിപ്രായത്തിലും ഇന്ത്യയിലെ ഏറ്റവും ശ്രേഷ്ഠ ഗായകർ ലതാ മങ്കേഷ്കറും മുഹമ്മദ് റാഫിയും തന്നെ ആയിരിക്കും അല്ലേ? യേശുദാസ് ചിരിച്ചുകൊണ്ട് തൻ്റെ പ്രശസ്തമായ താടി ഒഴിഞ്ഞുകൊണ്ടും പറയുന്നു, അല്ലേ അല്ല. ഇന്ത്യൻ സംഗീതത്തിൽ നമ്മുടെ സുശീലാമ്മയെ കഴിഞ്ഞിട്ടേ ഒരാളുള്ളൂ. സംഗീതത്തിൽ അവർ ഒരു വലിയ യൂണിവേഴ്സിറ്റിയാണ്. അവരുടെ മുന്നിൽ ഈ ഞങ്ങളൊക്കെ ആര്? അപ്പോൾ ചോദ്യകർത്താവ്, ഇതിനെ സാധൂകരിക്കുന്ന അവരെ എടുത്തു പറയാവുന്ന ഒരു പെർഫോമൻസ് പറയാമോ എന്ന് അന്വേഷിക്കുന്നു. യേശുദാസ്, എന്തുകൊണ്ടായിക്കൂടാ, തീർച്ചയായും. കർപ്പകം എന്ന സിനിമയിലെ അത്താൻ എന്നെത്താൻ അവർ എന്നെത്താൻ എപ്പടി ചൊൽവേനടി അവർ കയ്യെത്താൻ കൊണ്ടുമെല്ലെത്താൻ എപ്പടി ചൊൽവേനടി. പിന്നെ തമിഴിൽ തന്നെ ആലയമണി എന്ന ചിത്രത്തിലെ ആലയമണിയിൻ ഓശയെ ഞാൻ കേട്ടേൻ അരുൾമൊഴി കൂറും പറവകൾ ഒലി കേട്ടേൻ ഉൻ ഇறைவன் അവനേ അവനേ உங்கள் பாடும் மொழி கேட்டேன் உன் தலைவன் அவனே அவனே உங்கள் പാടും മൊഴി കേട്ടേൻ. പിന്നെ മറ്റൊരു ഗാനം കൂടി പറയാട്ടോ. കണ്ണാ കരുമൈ നിറക്കണ്ണാ ഉന്നെ കാണാതെ കണ്ണില്ലയേ. അത് കേട്ടപ്പോൾ എനിക്കെന്തോ ഒരു ഇതുപോലെ തോന്നി. 1962 മറ്റോ സീത എന്ന മലയാള പടത്തിൽ അഭയദേവ് എഴുതി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി സുശീലാമ്മ മലയാളത്തിൽ ആദ്യമായി പാടിയ ആ പാട്ടുണ്ടല്ലോ, പാട്ടുപാടി ഉറക്കാമൻ താമരപ്പൂം പൈതലേ കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിൻ്റെ കാതലേ കരളിൻ്റെ കാതലേ രാരിരാരോ രാരിരോ
രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. പ്രിയപ്പെട്ടവരെ, ഇതിനടുത്തെത്തുമോ മേൽ ചൂണ്ടിക്കാണിച്ച ഗാനങ്ങളൊക്കെ? പിന്നെ നാലാൾ നാലു വഴി എന്നാണല്ലോ ഞാനെൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. അവസാനം വാൽക്കഷ്ണം. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ചയിലെ സായം സന്ധ്യയുമായിരുന്നു. സ്ഥലം തൃശ്ശൂർ നഗരത്തിനപ്പുറത്തെ ശാലീനമായ ഒരു ഗ്രാമച്ചീള്. മലയാള സിനിമാ ഗാനങ്ങളിലെ ഏറ്റവും ലൈംഗികാകർഷണമുള്ള വരികളെക്കുറിച്ച് ചൂടുള്ളതും തണുത്തതുമായ ചർച്ചകൾ നടക്കുകയായിരുന്നു അവിടെ. നീലക്കുയിൽ മുതൽക്കുള്ള ഗാനങ്ങൾ വരുന്നുണ്ട്. ഞാനൊന്നു തൊട്ടപ്പോൾ നീലക്കരിമ്പിൻ്റെ കൂടാണ് കണ്ടതയാ. 1 2 നാണമാകുന്നു മേനി നോവുന്നു പുഴയായി ഒഴുകുമ്പോൾ ഞാൻ പ്രണയം പിനിയും കരയാകും. അങ്ങനെ 100 കണക്കിൽ ഗാനങ്ങൾ ചർച്ചയ്ക്ക് വന്നു. എൻ്റെ മനസ്സപ്പോൾ കുറ്റിപ്പുറത്തേക്കുള്ള അവസാനത്തെ KSRTC ബസ്സിനെ പറ്റിയായിരുന്നു. തൊട്ടരികിലായി പൂക്കുവെയിലിൻ്റെ സംഗീത സംവിധായകനായ ഡോക്ടർ SP രമേഷ് നിരന്തരമായി പുകട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഏതോ ലഹരിയിലെന്നോണം അദ്ദേഹം ആ പ്രശസ്തമായ ഗാനം അപ്പോൾ പാടി. നിൻ ചൊടിയിണയിലെ കുങ്കുമമണിയണ മെൻ്റെ കവിഴ്ത്തടമാകെ നിൻ കരവല്ലികൾ പുൽകിപ്പടരണം എൻ്റെ മേനിയിലാകെ എൻ്റെ മേനിയിലാകെ. മാലിനി നദിയിൽ കണ്ണാടി നോക്കും മാനേ പുള്ളിമാനേ. അതിനപ്പുറം ആർക്കും ഒന്നും പറയാനില്ലായിരുന്നു. ഒരേ പൂരം.